Namaste, welcome to my classroom, Design of Concrete Structures 2, CE 304. For semester 6, Civil Engineering students, KTU. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 6. Today's topic, Analysis of Prestressed Concrete Beams, Problems. Module 6, Prestressed Concrete, Problems. Question number 4. Calculate the stresses at the center of span of a rectangular concrete beam 120 mm wide. 120 mm wide and 300 mm deep. And 300 mm deep is pre-stressed by a straight cable carrying an effective force of 180 kilonewton at an eccentricity of 50 mm. The beam supports a live load of 3.14 kilonewton per meter. Dead load is 0.864 kilonewton per meter over a span of 6 meter. If the modulus of rupture of concrete is 5 Newton per mm square, also calculate the load factor against cracking. Clear? Question കിട്ടിയോ? Calculate the stresses. നമുക്ക് pre-stressed concrete beam size പറഞ്ഞിട്ടുണ്ട്. It's a rectangular concrete beam. Pre-stress ചെയ്തേക്കുകയാണ്. Straight cable ആണ് വെച്ചിരിക്കുന്നത്. Effective force 180 kilonewton ആണ്. Eccentricity 50 പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്ട്രെസ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബീമിന്റെ ലൈവ് ലോഡ് പറഞ്ഞിട്ടുണ്ട് 3.14ഉം ഡെഡ് ലോഡ് 0.864 kilonewton per meter നമുക്ക് തന്നിട്ടുണ്ട്. സ്പാൻ 6 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ് 5 Newton per mm സ്ക്വയർ ആണെങ്കിൽ നമുക്ക് സ്ട്രെസ്സസും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലോഡ് ഫാക്ടർ എഗൻസ്റ്റ് ക്രാക്കിംഗ് കൂടെ കണ്ടുപിടിക്കാം. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്ട്രെസ്സസ് മാത്രമല്ല, കൂടെ ഇതും കൂടി കണ്ടുപിടിക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൊല്യൂഷൻ. ഫസ്റ്റ് നമുക്ക് സ്ട്രെസ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എക്സെൻട്രിസിറ്റി ഈ തന്നിട്ടുണ്ട്. ഞാൻ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഓക്കെ നമുക്ക് എത്രയായിരുന്നു? 120 mm by 300 mm ആണ് നമുക്ക് സൈസ് പറഞ്ഞേക്കുന്നത്. റെക്ടാങ്കുലർ ആണ്. സ്ട്രെയിറ്റ് ടെൻഡൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്. എക്സെൻട്രിസിറ്റി 50. സോ കളർ എടുക്കട്ടെ. ഓക്കെ, എക്സെൻട്രിസിറ്റി ഇ അത് 50 ആണ് പറഞ്ഞേക്കുന്നത്. സോ 10. ഓക്കെ, ഇത് ക്രോസ് സെക്ഷൻ ആണ്. സോ എവിടെ? ഓക്കെ, നമ്മളുടെ ബീം സ്പാൻ എത്രയായിരുന്നു? 6 മീറ്റർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സി സ്ട്രെയിറ്റ് ടെൻഡൻ ആണ് പറഞ്ഞേക്കുന്നത്. ദിസ് ഇസ് ഇ ഈക്വൽ ടു 50. ക്ലിയർ ആയല്ലോ? 120 by 300. ദിസ് ഇസ് 300 mm. സോ നമുക്ക് എക്സെൻട്രിസിറ്റി സ്ട്രെയിറ്റ് ടെൻഡൻ ആണ്, ഇ ആണ്. സോ നമുക്ക് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. സി എങ്ങനെ വരും? പി ബൈ എ. ഓക്കെ, പി ബൈ എ പോസിറ്റീവ്. പി ബൈ എ എക്സെൻട്രിസിറ്റി ഉണ്ട്. സോ നമുക്ക് ഹോഗിങ് മൊമെന്റ് വരുന്നുണ്ട്. കറക്റ്റ് അല്ലേ? യെസ്. മൈനസ് പോസിറ്റീവ് പി ഇൻറ്റു ഇ ബൈ പിഇ ബൈ സെഡ്. പിഇ ബൈ സെഡ്. പിഇ ബൈ സെഡ് ഹോഗിങ് മൊമെന്റ് വെച്ചിട്ടുള്ളത് പ്ലസ്
പ്ലസ് എന്തായിരുന്നു നമ്മുടെ സാഗിങ് മൊമെന്റ്. ദിസ് ഇസ് ദ ഫിഗർ, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. സാഗിങ് ആകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്, m/z. ഓക്കെ, ഈക്വൽ ടു നമുക്ക് ഡയഗ്രാം വരണം. ഓക്കെ, പോസിറ്റീവ് എന്തായിരുന്നു, p/a മൈനസ് p ഇൻറ്റു e/z പ്ലസ് m/z ടോപ്പ് എക്സ്ട്രീം ഫൈബറിൽ സ്ട്രെസ്. ദെൻ p/a പ്ലസ് p ഇൻറ്റു e/z മൈനസ് m/z. കറക്റ്റ് അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലെ ഫിഗർ നമുക്കിതാണ്, ക്ലിയർ ആയി. ഓക്കെ, നമുക്കിനി സൊല്യൂഷനിലേക്ക് നീങ്ങാം. നമുക്ക് ഗിവൺ ഡേറ്റ, സൈസ് എല്ലാം തന്നിട്ടുണ്ട്. ഫോഴ്സ്, പ്രീസ്ട്രെസിംഗ് ഫോഴ്സ് 180 കിലോ ന്യൂട്ടൺ ഗിവൺ ആണ്. എക്സെൻട്രിസിറ്റി E 50 mm, ബി എത്രയായിരുന്നു 120 mm, ഡി 300 mm ഓർ സ്മോൾ ഡി. ഓക്കെ, ദെൻ നമ്മളുടെ ലൈവ് ലോഡ് 3.14 കിലോ ന്യൂട്ടൺ മീറ്റർ, ഡെഡ് ലോഡ് 0.864 കിലോ ന്യൂട്ടൺ per meter. So total load W equal to dead load plus live load. Dead load 0.864 plus live load 3.14. എത്ര കിട്ടി? യെസ്, 4.004 കിലോ ന്യൂട്ടൺ per meter, right? Yes. So we have to calculate the moment m equal to W L square by 8. So W here it is 4.004 into L span 6 meter. It is given in the question 6 meter. Yes, 6 square by 8. So the answer, yes, 18.018 kilo Newton meter. Right? Correct അല്ലേ? Yes. So നമുക്കിനി ഇക്വേഷനിലേക്ക് പോകണമെങ്കിൽ we have to find out the area of the section 120 by 300. 120 by 300 എത്ര കിട്ടി? യെസ്, 36000 mm square, right? Yes. Then Z, section modulus EZ. We know the equation for a rectangular section, BD square by 6. B it is 120, D 300 square by 6. Yes, 18 into 10 raised to 5 mm cube. Correct alle? Yes. So stresses at top fiber. Equation P by A minus P into E by Z plus M by Z. Substitute all these values. P 180. Where? Yeah, 180. into 10 raised to 3 Newton like convert ചെയ്തു, divided by area 36000 minus P again 180 into 10 raised to 3 into E. It is 50. Okay, 50 divided by Z 18 into 10 raised to 5 plus M by Z. M എത്രയായിരുന്നു? 18.018 into kilo Newton meter. So make it in Newton mm. 10 raised to 6 divided by Z 18 into 10 raised to 5. എത്ര കിട്ടി ആൻസർ? Yeah, ഇത്രയും 5. Yes, 10 point. That means 5 minus 5 plus 10.0083. It is 10.008 Newton per mm square. Top extreme fiber. Okay. Then stresses at bottom fiber. Equation P by A plus P into E by Z minus M by Z. Substitute all the values in this equation. Then 180 into 10 raised to 3 divided by 36000 plus
180 into 10 raised to 3 into 50 E divided by Z, 18 into 10 raised to 5 minus 18.018 to 10 raised to 6 divided by Z. Okay, the answer is, minus 0.008. It is equal to 0 Newton per mm square. Okay, bottom extreme fiber. So, നമുക്കിനി stress distribution diagram ഒന്ന് final ആയിട്ട് വരയ്ക്കാം. Okay. (120 by 300). This is E. P by A positive. Then P into E by Z, P into E by Z, then minus plus minus M by Z, M by Z, plus equal to. So P by A value എത്രയായിരുന്നു? This is P by A. P by A value എത്രയായിരുന്നു? 5. Here also 5. P by Z value again 5. Here also 5. M by Z 10.008. M by Z 10.008. Then final diagram. Here it is 10.008 Newton per mm square and here 0 Newton per mm square. Okay. Final stress distribution diagram. നമുക്ക് ഇനി ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യനോട് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ് ഈസ് നമുക്ക് തന്നേക്കുവാണ് 5 Newton per mm square. ഓൾസോ കാൽക്കുലേറ്റ് ദ ലോഡ് ഫാക്ടർ. നമുക്ക് ലോഡ് ഫാക്ടറൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ നമുക്ക് റപ്ചർ വെച്ചിട്ടുള്ളത് റപ്ചർ വാല്യൂ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 5 Newton per mm square. Okay, calculate the load factor. Load factor കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. Load factor equal to cracking moment divided by working moment. ഇനി എന്താണ് ക്രാക്കിംഗ് മൊമെന്റ്? എന്താ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്കിംഗ് മൊമെന്റ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് മൊമെന്റ്. ഈ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്തേക്കുക. സോ ക്രാക്കിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് പ്ലസ് മൊമെന്റ് ഡ്യൂ ടു ലൈവ് ലോഡ് പ്ലസ് എക്സ്ട്രാ മൊമെന്റ് ഡ്യൂ ടു ദിസ് റപ്ചർ. ഓക്കെ, വർക്കിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് പ്ലസ് മൊമെന്റ് ഡ്യൂ ടു ലൈവ് ലോഡും ഡെഡ് ലോഡും വെച്ചിട്ടുള്ള മൊമെന്റ് ആയിരിക്കും വർക്കിംഗ്. ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഡെഡ് ലോഡും ലൈവ് ലോഡും വെച്ചിട്ടുള്ള മൊമെന്റ് പ്ലസ് എക്സ്ട്രാ മൊമെന്റ്, ദാറ്റ് മീൻസ് എക്സ്ട്രാ മൊമെന്റ് ഡ്യൂ ടു ദിസ് റപ്ചർ. സോ നമുക്ക് അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സ്ട്രാ മൊമെന്റ് ഡ്യൂ ടു ദിസ് റപ്ചർ. ഓക്കെ, ഇക്വേഷൻ ഇങ്ങനെയാണ്. എഫ് ഇൻറ്റു സെഡ്. എഫ് എന്താ? 5. നമുക്ക് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആണ് 5 Newton per mm square. ഇസഡ് നമ്മൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 18 into 10 raised to 5 mm cube. ഓക്കെ, 18 into 10 raised to 5 എത്ര കിട്ടി? യെസ്, 9 into 10 raised to 6 Newton per mm. That means 9 kilonewton per meter. Okay. So, നമുക്ക് ലോഡ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഡ് ഫാക്ടർ ഈക്വൽ ടു ക്രാക്കിംഗ് മൊമെന്റ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് മൊമെന്റ്. ക്രാക്കിംഗ് മൊമെന്റ് എന്തായിരുന്നു? മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. നമുക്ക് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് W നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. W(L²/8). അവിടെ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആയിരുന്നു നമ്മൾ എടുത്തത്. സോ ദിസ് വാല്യൂ, ഓക്കെ, നമുക്ക് 18.018 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. 18.018 പ്ലസ് എക്സ്ട്രാ മൊമെന്റ് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 9. ഓക്കെ, divided by working moment എന്താ? moment due to live load plus moment due to dead load, that is 18.018.
018. എത്ര കിട്ടി? 018. എത്ര കിട്ടി? യെസ്, 1.499. That is 1.5. Load factor equal to 1.5. Load factor equation എന്താ? Cracking moment divided by working moment. Cracking moment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ moment due to dead load plus moment due to live load plus extra moment. Moment due to rupture. Rupture F into Z. F given in the question ആണ് modulus of rupture of concrete 5 Newton per mm square into Z. Section modulus നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ് 18 into 10 raised to 5. So നമുക്ക് 9 into 10 raised to 6 Newton per mm. That means 9 kilonewton per meter. So, cracking moment, dead load plus live load നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാണ് 18.015. ബിക്കോസ് നമ്മൾ അവിടെ W എടുത്തത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആയിരുന്നു. പ്ലസ് ദിസ് വാല്യൂ 9 ഡിവൈഡഡ് ബൈ വർക്കിംഗ് മൊമെന്റ് ഈക്വൽ ടു 1.5. സോ ലോഡ് ഫാക്ടർ കിട്ടി 1.5. സോ നമുക്ക് സ്ട്രെസ്സസ് കണ്ടുപിടിക്കും. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരക്കിച്ച് ടോപ്പ് ഫൈബർ സ്ട്രെസ്സും ബോട്ടം ഫൈബർ സ്ട്രെസ്സും കണ്ടുപിടിക്കുന്നതിനോടൊപ്പം ഇങ്ങനെയും കൂടെ ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. സോ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.